ശബരിമലയിൽ തീർത്ഥാടകർക്ക് ലഡു വിതരണവുമായി പോലീസ്. മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്നവർക്കാണ് മധുര വിതരണം. ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. തീർത്ഥാടകർക്ക് ആശ്വാസമാകുകയാണ് ലക്ഷ്യമെന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ പറഞ്ഞു. രാഹുൽ സുരേഷ് സന്നിധാനത്തും വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഈ തീർത്ഥാടകരെ ആശ്വസിപ്പിക്കുക എന്നതാണോ ഈ മധുര വിതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? എന്താണ് തിരക്ക് എത്രത്തോളമുണ്ട്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാവുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മധുര വിതരണം നടത്തിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തന്മാർക്കാണ് ലഡു വിതരണം നടത്തിയിട്ടുള്ളത്. അതായത് മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. അവർക്കൊരു ആശ്വാസമാകുക, അവർക്കൊരു സന്തോഷം നൽകുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ലഡു വിതരണം നടത്തിയതെന്നാണ് അല്പം മുമ്പ് ശബരിമലയുടെ സ്പെഷ്യൽ ചാർജുള്ള KS സുദർശൻ നമ്മളോട് വ്യക്തമാക്കിയത്. നിലവിൽ 10 മുതൽ 12 മണിക്കൂർ വരെ തീർത്ഥാടകർ ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ അവശരാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ലഡു വിതരണം നടത്തിയതെന്നാണ് പറയുന്നത്. ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ലഡു വിതരണം. എന്താണെങ്കിലും തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സന്നിധാനത്തെ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പമ്പയിലും ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. നിലവിൽ സന്നിധാനം മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. അതോടൊപ്പം ഇടത്താവളങ്ങളിലും പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ നിയന്ത്രണം തുടരുകയാണ്. അതുകൊണ്ട് സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്കില്ല എന്ന് പറയാം. പക്ഷേ അവിടെ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ആ തിരക്ക് ഇങ്ങോട്ട് എത്താത്തത്. ഇതുവരെ ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 50,000-ലധികം ഭക്തരാണ് ഇപ്പോൾ ദർശനം നടത്തിയിട്ടുള്ളത്. 90,000-ഓളം ആളുകൾ ഇന്ന് വെർച്വൽ ക്യൂവിൽ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും 98,000-ഓളം ആളുകളായിരുന്നു ദർശനം നടത്തിയത്. അതോടൊപ്പം 1,00,000-ലധികം, അതായത് 18-ാം പടി ചവിട്ടുന്ന ആളുകളുടെ എണ്ണമാണ് ഈ 98 എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ മറ്റു വഴികൾ കൂടി സന്നിധാനത്ത് എത്തുന്നുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും അതോടൊപ്പം ദേവസ്വം ബോർഡും ഉള്ളത്. ഗോപി, ശരി. രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.